നമസ്കാരം. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അന്ന് കേന്ദ്ര ധനമന്ത്രിമാരായിരുന്ന പി ചിദംബരവും പ്രണബ് മുഖർജിയും അവരിരുന്ന കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തിളക്കമുള്ളതായി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്കിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നതായിട്ട് മുൻ റിസർവ് ബാങ്ക് ഗവർണറായിട്ടുള്ള ദുവൂരി സുബ്ബറാവു തൻ്റെ ഓർമ്മക്കുറിപ്പിലൂടെ ഇദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തുകയാണ്. അതായത് ഈ മോദി സർക്കാരിനെയും നിർമ്മലാ സീതാരാമനെയും ഒക്കെ ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളുടെ പേരിൽ നിരന്തരം വിമർശിക്കുന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള പി ചിദംബരത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഈ ആരോപണത്തിലൂടെ ഇപ്പോൾ വെളിപ്പെടുന്നത് എന്നുള്ളതാണ്. RBI പലിശ നിരക്ക് കുറയ്ക്കുവാനും ആളുകളെ സന്തുഷ്ടരാക്കാൻ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് ഒരു തിളങ്ങുന്ന ചിത്രം നൽകാനുമൊക്കെ പി ചിദംബരം പലപ്പോഴും പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാണ് ദുവൂരി സുബ്ബറാവു പറയുന്നത്. പലപ്പോഴും റിസർവ് ബാങ്കിൻ്റെ സ്വയം ഭരണാവകാശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പി ചിദംബരത്തിൻ്റെയും പ്രണബ് മുഖർജിയുടെയും ഒക്കെ കാലത്ത് അത്തരത്തിലുള്ള വലിയ ഇടപെടലുകൾ ഉണ്ടാക്കിയതെന്നാണ് സുബ്ബറാവുവിൻ്റെ വാദം. കേന്ദ്ര സർക്കാരിനെ, അതായത് അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെയാണ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന റിസർവ് ബാങ്ക് എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം. ഇതിൽ ചിദംബരവും പ്രണബ് മുഖർജിയും റിസർവ് ബാങ്കിന് സ്വതന്ത്ര തീരുമാനത്തിനുള്ള ഒരധികാരവും നൽകിയിരുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അതായത് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോൾ, അതായത് 2007-2008 കാലത്ത് ധനകാര്യ സെക്രട്ടറി കൂടിയായിരുന്ന സുബ്ബറാവു, അന്ന് അദ്ദേഹം ധനകാര്യ സെക്രട്ടറി കൂടിയായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തെ റിസർവ് ബാങ്ക് ഗവർണറായിട്ട് നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ കീഴിൽ പ്രവർത്തിച്ചതുകൊണ്ടും കോൺഗ്രസിനോടൊപ്പം ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ പിന്തുണയായി മാറിയതുകൊണ്ടുമൊക്കെ സുബ്ബറാവുവിന് കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നത് കേൾക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കേണ്ടി വരുന്നു. കാരണം ഈ ചിദംബരവും ഒപ്പം തന്നെ പ്രണബ് മുഖർജിയും ഒക്കെ ഇരുന്ന കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയപ്പെടുന്ന തിളക്കമുള്ളതായിട്ട് അവതരിപ്പിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ജനങ്ങൾ അറിയട്ടെ, ഇവിടെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ ഭരിക്കുന്ന കാലത്ത് ഈ ജനങ്ങളെല്ലാം സന്തുഷ്ടരാണ്, ജനങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ലഭിക്കുന്നുണ്ട്, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത് എന്ന അറിയിക്കലുകളാണ് ഇത്തരത്തിലുള്ള ഇന്ത്യ തിളങ്ങുന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തിളങ്ങുന്നു എന്നുള്ള തരത്തിലേക്കുള്ള ഒരു കുറിപ്പായി വരേണ്ടത് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഈ കേന്ദ്രമന്ത്രിമാർ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നും ഇന്ത്യക്ക് സാമ്പത്തിക സ്ഥിതി വളരെ തിളക്കമുള്ളതാണ് എന്ന് പറയിപ്പിക്കേണ്ടി വന്നിരുന്നു അല്ലെങ്കിൽ പറയേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് അന്നത്തെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ കൂടിയായിട്ടുള്ള ദുവൂരി സുബ്ബറാവുവാണ് വെളിപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിലൂടെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 10 വർഷത്തെ BJPയുടെ ഭരണത്തിന് ശേഷം മൂന്നാമത് വീണ്ടും BJP അധികാരത്തിലേക്ക് എത്തും എന്നുള്ള ഒരു സ്ഥിതിവിശേഷം എത്തിയപ്പോഴാണ് സുബ്ബറാവുവിൻ്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം മോദി സർക്കാരിനെയും നിർമ്മലാ സീതാരാമനെയും ഒക്കെ ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളുടെ പേരിൽ പലപ്പോഴും നിരന്തരം വിമർശിക്കുന്ന ഒരാളാണ് പഴയ കോൺഗ്രസ്സുകാരനും ധനമന്ത്രിയൊക്കെ കൂടായിട്ടുള്ള പി ചിദംബരം. അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖം, അദ്ദേഹത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ ഈ പറയുന്ന സുബ്ബറാവു വെളിപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള ആരോപണത്തിലൂടെ പുറത്തു വരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷേ ആരോപണങ്ങൾ പറയുമ്പോൾ സുബ്ബറാവുവിന് വേണമെങ്കിൽ ഈ 10 വർഷം വരെ കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇനിയും വരാൻ പോകുന്നത് മോദിയുടെ ഭരണമാണ് എന്നും ഇവിടെ ഇനി BJP ആണ് അടുത്ത ഭരിക്കുന്നത് എന്നും അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ളൊരു ചിത്രം ലഭ്യമായ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും തോന്നാവുന്ന ഒരു ഇടപെടലാണ് ഇപ്പോൾ ഈ സുബ്ബറാവു നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുവൂരി സുബ്ബറാവുവിൻ്റെ ഈ പ്രകടനം, ഈ വെളിപ്പെടുത്തൽ എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസിന് എത്രത്തോളം ദോഷമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. കാരണം അത് ദോഷമുണ്ടാക്കുവാനുള്ള സാഹചര്യമൊന്നുമില്ല. കാരണം കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ പരാജിതരായി തന്നെയാണ് നേരിടുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പരാജയം സമ്മതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള തരത്തിലാണ് നേരിടുന്നത്. കാരണം ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കമുള്ള ഈ ഒരു കൂട്ടുകക്ഷി സംവിധാനം എത്ര കാലം മുന്നോട്ട് പോകും, കോൺഗ്രസിനെ എത്ര കാലം മുന്നോട്ട് നയിക്കും? ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ പോലൊരാളെ വഴിയാധാരമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന KC വേണുഗോപാലിനെ പോലുള്ള ജനറൽ സെക്രട്ടറിമാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ പാർട്ടിക്ക് എന്തായാലും ഇത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം ഈ രാജ്യം എന്തായാലും ഭരിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷമൊന്നും കോൺഗ്രസ്സിന് കുറച്ച് നാളത്തേക്ക് എന്തായാലും ഉണ്ടാകാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സുബ്ബറാവു വെളിപ്പെടുത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾക്ക് മറുപടി തന്നെ ഉണ്ടാകുമോ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് എന്നുള്ളത് തന്നെ സംശയമാണ്. എന്തായാലും സുബ്ബറാവു ഇപ്പോൾ ഈ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ എന്ന് പറയപ്പെടുന്നത് കുറച്ച് മുമ്പേ ആകാമായിരുന്നില്ലേ എന്നൊരു തോന്നലുണ്ട്. അത് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ വീണ്ടും BJP അധികാരത്തിലേക്ക് എത്തും എന്നൊരു സൂചന ലഭിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിത്രം വ്യക്തമാകുന്ന സാഹചര്യത്തിൽ വീണ്ടും ഈ മുന്നണിയുമായിട്ട് അല്ലെങ്കിൽ NDA സഖ്യവുമായിട്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗുഡ് ബുക്കിൽ ഇടം നേടുന്നതിനുള്ള ഒരു ശ്രമമാണോ സുബ്ബറാവു നടത്തുന്നത് എന്ന് ചിലപ്പോൾ ഈ സമൂഹം ചിന്തിച്ചു പോകും.